നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഇതാ മൊത്തം ഇങ്ങനെ കോട മൂടിയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇന്നലെ വൈകിട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ആയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മഴ തന്നെയായിരുന്നു. അപ്പോൾ അത് നിന്നാണെങ്കിലോ നല്ല രീതിയിൽ മൂടിയിട്ടാണ് നിൽക്കുന്നത്. വെയിലോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. വേറെ നേരം നല്ല തിരക്കുള്ള ദിവസം തന്നെയായിരുന്നു കേട്ടോ. മാത്രമല്ല നമ്മുടെ ആവണിക്കുട്ടിക്കാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ജലദോഷമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് നമ്മൾ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ചെറിയ രീതിയിലുള്ളൊരു ഇതാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്നായിരിക്കും കൂടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തണുപ്പൊക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ രാത്രി കിടക്കുന്നവരെ എനിക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് രാവിലെ എണീച്ചപ്പോൾ എനിക്കും നല്ല രീതിയിൽ ജലദോഷവും ചെറിയ രീതിയിൽ ചുമയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മെഡിസിൻ പാരസെറ്റമോൾ കഴിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും കുറവില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്നലെ നമുക്ക് മെയിനായിട്ട് ഇന്നലെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റായിരുന്നു പറഞ്ഞാൽ തന്നെ നമുക്ക് ചേച്ചിമാർ പണിക്കുണ്ടായിരുന്നു. പിന്നെ ആവണിക്കുട്ടിക്ക് ആയാലും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചെറിയ രീതിയിലൊരു ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളാകുമ്പോൾ പിന്നെ കുറച്ച് വാശിയൊക്കെ ഉണ്ടാകുമല്ലോ. പൊതുവെ ആൾക്കാരുടെ വാശി കുറവാണ്. പിന്നെ വയ്യായികൊക്കെ വരുമ്പോഴാണ് ആൾക്ക് പിന്നെ ഒരു ഇതുണ്ടാവുക. അപ്പോൾ ഇന്നിപ്പോൾ നീച്ചിട്ട് അവിടെ ഇങ്ങനെ ഉള്ളിലിരിക്കുന്നുണ്ട് കേട്ടോ സോഫയിൽ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സൗണ്ട് കേട്ടത് അപ്പോൾ അതൊക്കെ സോഫയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാ നോക്കി ചെറിയ രീതിയിൽ ഇവിടെ ഒന്ന് തെളിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. പെട്ടെന്നാട്ടോ ക്ലൈമറ്റ്, അതായത് തെളിഞ്ഞ പോലെ തോന്നിയത് വേറെ നല്ല ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നല്ലതായിട്ട് കോട ഇങ്ങനെ നിറഞ്ഞ് മൂടി നിൽക്കുമായിരുന്നു കേട്ടോ. നമുക്ക് ഒന്നും കാണത്തില്ല. ഇപ്പോൾ കോടയൊന്ന് മാഞ്ഞ് ഇങ്ങനെ ഒന്ന് നീങ്ങുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു വെട്ടം വന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തേക്ക് ഫുള്ള് കോട കൊണ്ടുപോയിരിക്കും കേട്ടോ. അത്രയും നല്ല ഫോഴ്സിലാട്ടോ കോട ഇങ്ങനെ കട്ടിക്ക് ഇങ്ങനെ നല്ല തണുപ്പാണ് ഇവിടെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ സെറ്റർ എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പാകുമ്പോൾ നമുക്ക് ഇവിടെ സെറ്ററൊന്നും ഇല്ലാതെ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്നും നമുക്ക് ചേച്ചിമാരെ പണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏലത്തിൻ്റെ പരിപാടിയാണ്. അതായത് ഏലത്തിൻ്റെ കാടൊക്കെ ഒന്ന് കളയലാട്ടോ ചേച്ചിമാരുടെ പരിപാടി. നമ്മളിങ്ങനെ ഊതുമ്പത്തേനും നോക്കി വായിക്കൂടെ ആ ഒരു ഫോഗ് പോകുന്ന പോലെ ആയിട്ട് നന്നായിട്ട് പുക പോകുന്നു. അത്രയും നല്ല തണുപ്പാണ്. തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ അറിയാമല്ലോ. നോക്കി അത്യാവശ്യം നന്നായിട്ട് പുക പോകുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം ഗായ്സ്. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പണിക്ക് നമുക്ക് രാവിലെ ചേച്ചിമാരിലോട്ട് തന്നെ ഞാനിന്ന് രാവിലെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വർക്കറിൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാൻ പോയ ഗ്യാസിൽ ഞാൻ ഓഫാക്കിയിട്ട് പോയതാണ്. ഇപ്പോൾ കുറച്ച് വറുത്തിട്ടുണ്ട്, ബാക്കിയിട്ട് നിൽക്കും വറക്കാനുണ്ട്. എല്ലാം എന്തായാലും ഓൾറെഡി മുളകും എല്ലാം മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ കിളിമീനും ഉണ്ട്, അതേപോലെ തന്നെ അയലയും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് നേരം ആയാലോ ഫ്ലെയിം ഓഫാക്കിയതുകൊണ്ട് എണ്ണയൊക്കെ തണുത്ത് കിടക്കുന്നു, ചൂടാവട്ടെ. കറിയായിട്ട് കിടന്ന് സാമ്പാറാണ് വെച്ചിട്ടുള്ളത്. സാമ്പാർ വെക്കുന്നതിൻ്റെ പരിപാടി നമ്മളിത് രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. മീൻ വറുക്കുന്നതിൻ്റെ സ്മെല്ല് ചെയ്ത് നമ്മുടെ കുടുങ്ങി പിള്ളേർ അവിടെ നിന്ന് പോയിട്ടേ ഇവിടെ തന്നെ നടക്കണേ. 3-4 പേരുണ്ട് കേട്ടോ. 2 പ്രസവത്തിലുള്ള കുഞ്ഞുങ്ങളും കുടുങ്ങി എല്ലാം പാടായിട്ട് കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അവരുടെ സൗണ്ട് കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല ബഹളം തന്നെ ആയിരുന്നു. എന്തായാലും നമ്മുടെ ഈ ഒരു എണ്ണ ഒന്ന് ചൂടാവേണ്ടതിന് ശേഷം നമുക്കൊന്ന് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് മട്ടൻ കറി വെക്കാനുണ്ട്. അപ്പോൾ മട്ടൻ കറിക്കുള്ള സവോളയും അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി തന്നെ ഞാൻ കഴുകി നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വെച്ചിട്ട് അപ്പം നല്ല നമുക്ക് അരിഞ്ഞെടുക്കാം, ചാച്ചെടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കേണ്ട. അപ്പോൾ എപ്പോഴും പണിക്കാളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും തലേദിവസം തന്നെ അതിനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെക്കിട്ടോ. പച്ചക്കറികളാണെങ്കിൽ അതുപോലെ മീനോ എന്തെങ്കിലും കറി വെക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കണം. നമുക്ക് രാവിലെ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ. നമുക്ക് തണുപ്പും അതേപോലെ തന്നെ ഇപ്പോൾ അവിടെ കുട്ടിക്കാണെങ്കിൽ ചെറിയ ജലദോഷങ്ങളോട് ചെറിയ രീതിയിൽ വാശി വരണം. എന്തായാലും നമ്മൾ വൈകുന്നേരം തന്നെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ പണി കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു അയലേനെ ഇട്ട് കൊടുക്കാം കേട്ടോ വറക്കാൻ വേണ്ടിയിട്ടുള്ള. ഇത്രയാണ് കുറച്ച് ഞാനിപ്പോൾ വറുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ചുകൂടി വറുക്കാണ്ട് അപ്പോൾ ആവശ്യത്തിന് ഇതൊന്ന് വറുത്തെടുക്കാം. ഇടയ്ക്ക് ഞാൻ ചോറ് പോയി നോക്കിയായിരുന്നു. അപ്പോൾ ചോറ് ഇപ്പോൾ പകുതി വേവായിട്ടേ ഉള്ളൂ. അപ്പോൾ മട്ടേരി വേഗം അത്യാവശ്യം ടൈം എടുക്കട്ടെ വേവാൻ വേണ്ടിയിട്ട്. നീച്ച വഴിക്ക് പുറത്തടുപ്പിൽ തീരൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ വെള്ളം ചൂടാക്കി കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ നേരെ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ പകുതി വേവായി. കുറച്ച് ടൈം കൂടി കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർക്ക് മട്ടേരി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വേവന്നെയാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ കഴുകി വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ കഴുകാത്തത്. കുറേ ആയിരുന്നു നമ്മളിവിടെ മട്ടൻ വാങ്ങിയിട്ടപ്പോൾ ഇന്നലെ ഏട്ടൻ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് മട്ടൻ കറി ഒന്ന് വയ്ക്കാം.
ഇന്നിപ്പോൾ വെയിൽ വരേണ്ട ലക്ഷണം ഒന്നും കാണുന്നില്ല കേട്ടോ. കാരണം നോക്കി ഇപ്പോഴും തെളിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഒരു കോട ഫുള്ള് ഇങ്ങനെ മൂടി കവറായി കിടക്കുക തന്നെയാണേ. ഇപ്പോൾ തന്നെയാണ് അവസ്ഥ എന്ന് തോന്നുന്നത്. ഇത് ഇന്നലെ ആയാലും നമുക്ക് അത്യാവശ്യം മഴ ഉണ്ടായിരുന്നല്ലോ. വൈകിട്ടായാലും രാത്രിയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു തണുപ്പായിരുന്നു, നല്ല തണുപ്പായിട്ടുണ്ടോ പുറത്തൊക്കെ. അപ്പം ആളുകൂടിക്ക് ഞാനിപ്പോൾ സെറ്ററൊക്കെ ഇട്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. ആളവിടെ ഇരിക്കുന്നുണ്ടല്ലോ. സവോള നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മുടെ സാധാരണ നമ്മൾ ചിക്കൻ കറിക്കൊക്കെ അരിയുന്നത് കേൾക്കുന്നത് അതേപോലെയാണ് ഞാൻ ഇപ്പോൾ അരിയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണാൻ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കയറി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ആ കുറിഞ്ഞി എന്താ വേണ്ടേ? കുറിഞ്ഞി ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. കുറിഞ്ഞിയാണ് മെയിൻ. കുറിഞ്ഞി വരും ആദ്യം, എന്നിട്ട് ഇവിടുത്തെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് കുറിഞ്ഞിയുടെ പിള്ളേരെയും കൊണ്ട് വരും. അതാണ് തരാപ്പോ നിന്റെ മണം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നിന്ന് പോവില്ല കേട്ടോ. പിന്നെ വാ ഇതേപോലെ ചോട്ടിക്കൂടെ വന്നിട്ട് പേര് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് നമ്മുടെ ഇവിടെ തന്നെ ജനിച്ച് വളർന്നുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയാലും ഇപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പേര് കാര്യങ്ങളൊന്നും ഇല്ല. കത്തി എടുത്തായിരുന്നു നന്നായിട്ട് തേച്ചാൽ നമ്മുടെ പെട്ടെന്ന് വെച്ചിട്ട് നമുക്ക് അരിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഒരു സൈഡ് നമ്മുടെ മീനും ഒന്ന് മൂക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കാം. അല്ലാതെ നെയ്ച്ചോ പെട്ടെന്ന് കഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പപ്പടം കാച്ചാറുണ്ട്. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകുട്ടിക്കൊന്ന് ആവി പിടിച്ചു കൊടുക്കണം. കാരണം ജലദോഷം മരുന്ന് കൊടുക്കുന്നുണ്ട്. എന്നാലും ഞാൻ ആവി ഒന്നും പിടിച്ചു കൊടുക്കും. ആവി പിടിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു മാറ്റം കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ജലദോഷം ആയാലും അതേപോലെ തന്നെ രാത്രി കുറക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാട്ടോ സൂപ്പറാകെ വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ടായാലും അത്യാവശ്യം നന്നായിരുന്നു ആവി പിടിച്ചു കൊടുത്തുകൊണ്ട് ഇപ്പോൾ രാവിലെ കുഴപ്പമില്ല. എന്നാലും നന്നായിട്ടൊന്ന് ആവി പിടിച്ചു കൊടുക്കാം. ഇപ്പം ആ കുറച്ചുകൂടി ഉണ്ട് എനിക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടത്. അത് ഫുള്ളൊന്ന് സെറ്റാക്കട്ടെ. എത്രയാട്ടോ അപ്പോൾ അരിയിട്ടുള്ളത്. എന്നാലും ബാക്കി കൂടി നന്നായിട്ടൊന്ന് അരിയട്ടെ. മീൻ ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് നമുക്ക് രാവിലെ കുറച്ചുകൂടി എളുപ്പമായിട്ടോ പണിക്കാൻ. നല്ല ഫ്രഷ് മീനായിരുന്നു. അതുകൊണ്ട് ഇന്ന് നന്നാക്കാനാണെങ്കിലും വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കോരി മാറ്റിയിട്ട് അടുത്ത സെക്ഷൻ മീനൊന്ന് നമുക്ക് വറുക്കാനായിട്ട് കൊടുക്കാം. സാധാരണ ഞാനിപ്പോൾ മീനൊക്കെ വറുക്കുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടാട്ടോ വറക്കാറ്. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില തീർന്നു പോയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ അത് ഇട്ടിട്ട് വറക്കുകയാണെങ്കിൽ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ മീനിപ്പോൾ നമ്മൾ വറുത്തെടുക്കുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് കരിഞ്ഞ് കൊടുക്കണം. നന്നായിട്ട് ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു സൈഡൊന്ന് മറച്ചിട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് നമുക്ക് മറച്ചിടാം. ശരിക്കും കുടിക്കാതെ വെള്ളമൊക്കെ ഞാൻ നേരത്തെ തന്നെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ടൈമിൽ അത് എടുത്ത് നേരെ പോവാം. പിന്നെ അത് കൊടുക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഏതാ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് സെറ്റാക്കണം. കുറച്ചൊരു സവോള ഇല്ല. ചിലർക്ക് ഈ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് തന്നെ അരിഞ്ഞാലേ പെട്ടെന്ന് കിട്ടുകയുള്ളൂന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെയല്ല. ഞാൻ അങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞാൽ കൂടി എനിക്ക് ഇങ്ങനെ അരിയുന്നില്ല, ആ ഒരു സ്പീഡ് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ അരിയുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ടും തോന്നിയില്ല. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഉള്ളതായാലും അതുകൂടി കഴിഞ്ഞാൽ ഫിനിഷ്. നമ്മൾ ഒരു സെക്ഷൻ മീൻ ഇതാ നന്നായിട്ട് മൂത്തപ്പോൾ ഞാൻ ഒന്ന് കുഴി മാറ്റിയിട്ട് അടുത്ത മീൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോറ് നോക്കാൻ പോയപ്പോൾ ചോറിൽ വെള്ളം വളരെ കുറവാണ്. അപ്പോൾ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടുപ്പ് പുറത്തായതുകൊണ്ടേ പുറത്താണല്ലോ നമ്മളിപ്പോൾ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ വെള്ളം കുറഞ്ഞിട്ട് കട്ടായിട്ടൊക്കെ ചാൻസ്. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് പോയിട്ട്. അപ്പോൾ നല്ല രീതി തന്നെ കത്തുന്നുണ്ട്. അത്യാവശ്യം ഒരു മുട്ടിയാട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല കനുള്ള വർഗ്ഗാണെങ്കിൽ കുറേ നേരം അങ്ങനെ കത്തിക്കോളും. ഇതാ നോക്കിയപ്പോൾ വെള്ളം കുറവ് തന്നെയാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്താൽ കേട്ടോ. പിന്നെ ചോറ് വരുന്നതിനനുസരിച്ച് നമ്മൾ നോക്കിയില്ലാന്നുണ്ടെങ്കിൽ വെള്ളം കുറയുന്നതനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ പറ്റില്ല. ഫുള്ള് ഒഴിക്കുന്നില്ല. ഒന്ന് ഇളക്കി കൂടി കൊടുക്കും. തീ നല്ല രീതിയിൽ കത്തുന്നതുകൊണ്ട് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും ആയിക്കോളും. ഒരു പകുതി വേവിൻ്റെ മുകളിലായിട്ടുണ്ട്. 2-3 തട കളിക്കുമ്പോഴത്തേനും നമ്മുടെ ചോറിനെ നമുക്ക് വാർക്കാനാകും.
അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ ഇതാ അത്യാവശ്യം നന്നായിട്ട് വേവാനായിട്ടുണ്ട്. അപ്പോൾ വാർത്തിട്ടില്ല കേട്ടോ, ഒരു തലയിൽ കുറച്ച് നമുക്ക് വാർക്കാം. അപ്പോൾ ചൂടോടുകൂടി നമ്മുടെ ആവണിക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഇതാ കുറച്ച് കഞ്ഞി എടുത്തിരിക്കുവാണേ. കഞ്ഞി പിന്നെ എന്താ ആവണിക്കുട്ടിക്ക് കറിയുന്നത്? മീമി വറുത്തത് അല്ലേ? മീമി എന്ന് പറഞ്ഞു കൊടുത്ത്. മീമി എൻ്റെ കുട്ടിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് മീമി കൂട്ടിയിട്ട് കൊടുത്താൽ കുറച്ച് കഴിക്കുന്ന രീതിയിൽ എടുത്തതാണേ. എന്തേ പൂച്ച വന്നോ? ആ പൂച്ചയ്ക്ക് അമ്മ കൊടുക്കാം കേട്ടോ, പൂച്ചയ്ക്ക് മാമ കൊടുക്കാം. ചോറിനെക്കാളും പിന്നെ ഇഷ്ടം ആൾക്ക് കഞ്ഞി തന്നെയാണ് കേട്ടോ. പിന്നെ വയ്യാത്തോടി ആയതുകൊണ്ട് ഞാൻ ചൂട് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പും കൂടിയാണല്ലോ. എന്ത് മീമിയാണ് കുട്ടി ഇത്? ഇത് എന്ത് മീമിയാ? സെറ്ററിലായതുകൊണ്ട് ഇത്രയും നേരം. അപ്പോൾ ഇന്നലെ വൈകിട്ട് സെറ്റ് ഇട്ടിരുന്നുണ്ട്. വയ്യാത്തതാണ്, പിന്നെ നല്ല തണുപ്പ് കൂടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ വന്ന് നോക്കിയപ്പോൾ നല്ല വേർത്തിട്ടുണ്ട്. പിന്നെ സെറ്ററൊക്കെ ഊരി കൊടുത്തിരിക്കുവാണ്. കുറച്ചായിട്ട് വീണ്ടും ഒന്ന് സെറ്റർ ഇട്ട് കൊടുക്കണം. ചെരുപ്പൊക്കെ 2 കാലിൽ ഇട്ട് കൊടുത്തത്, ഒരു കാലിൽ ചെരുപ്പൊക്കെ ഊരി കളഞ്ഞിട്ടുണ്ട്. ഹായ് കൊടുത്തേ, എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ്. മാമു കഴിക്കും അല്ലേ ആൺകുട്ടി? അപ്പം എന്തായാലും നമ്മുടെ ആൺകുട്ടിക്ക് കുറച്ച് കഞ്ഞി കൊടുക്കട്ടെ. കുറച്ച് അധികം ടൈം എടുക്കും, വയ്യാത്ത കൂടി ആണല്ലോ. എന്തായാലും കുറച്ച് കഞ്ഞി കൊടുത്തിട്ട് കാണാം. അങ്ങനെ എന്താ ഞാനുണ്ട് ആൺകുട്ടി വീണ്ടും ഇത് അടുക്കളയിലേക്ക് വന്നിരിക്കുവാണ്. അപ്പോൾ കഞ്ഞിയൊക്കെ കുറച്ച് കുടിച്ചു കിട്ടും. അപ്പോൾ എൻ്റെ കൂടെ തന്നെ പോന്നിരിക്കുവാണേ. അത് ഇരുത്തിയതായിരുന്നുള്ളത്, ചെരുപ്പ് ഇട്ട് കൊടുത്തതിൻ്റെ കുഴപ്പമില്ല. നമുക്ക് പപ്പടം ഒന്ന് കാഴ്ചയെടുക്കാം. എല്ലാം മീനും ഞാൻ വറക്കാൻ വെച്ചിരിക്കുന്നത്. ആൺകുട്ടി അതായി അമ്മ വേറെ തരാം. നിൽക്ക് ഒന്നെടുത്തോ. പിന്നെ പൊട്ടിച്ച് പപ്പടം എടുത്തിട്ട് ഓൾറെഡി. അപ്പം പിന്നെ നമുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തെടുക്കാം. പപ്പടം ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കുവേ. നമ്മുടെ പൊന്നെ എന്ത് ചെയ്യണേ? പച്ചപ്പപ്പടം കഴിക്കും കുട്ടി. അമ്മ എടുക്കാം. അപ്പൊ എന്റെ കൂടെ ഈ ഒരു പാത്രത്തിന്റെ പൊക്കത്ത് കയറാൻ വേണ്ടിയിട്ടാണ് ആളുതാ കൈയൊക്കെ കാണിക്കുന്നത്. എടുക്കാട്ടോ. പപ്പടം കാച്ചിട്ടെ. പപ്പടം കാച്ചിട്ട് അമ്മ എടുക്കാം. തണുത്തുണ്ടോ മുന്നോ? തപ്പുണ്ടോ? അവളുടെ കയ്യിലുള്ള പപ്പടത്തിന്റെ അവസ്ഥ ഇതാണേ. കടിച്ച് തിന്നിട്ടൊന്നും ഇല്ലല്ലോ, കടിച്ച് അവരുടെ കൊണ്ട് കുപ്പിയിട്ടിരിക്കുവാണേ. അപ്പൊ നമ്മുടെ ചോറൊന്ന് വാർക്കണം. ഇനിയിപ്പോൾ അതാണ് നമ്മുടെ അടുത്തൊരു പരിപാടി. അടിച്ച് വാറ്റാക്കുന്ന കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട്. അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ആൺകുട്ടിക്കൊന്ന് ആവി പിടിച്ചു കൊടുത്തിട്ടേ പറ്റുള്ളൂ. ഇല്ല പറഞ്ഞാൽ ഇതൊന്നും ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയിട്ട് ആവി പിടിക്കാൻ ഇഷ്ടമാണ്. നല്ല രീതിയിൽ പൊള്ളച്ച് വന്നിട്ടുണ്ടല്ലോ. പണ്ട് ചെറുതായിരുന്ന ടൈമിലൊക്കെ ഇതേപോലെ നല്ല പൊള്ളച്ച പപ്പടമൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇതാതിന് കുറച്ചുകൂടി ഉള്ളൂ കേട്ടോ. പപ്പടം ഇങ്ങനെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഇപ്പോൾ കാഴ്ചയുള്ളൂ കേട്ടോ. നമുക്ക് നല്ല തണുപ്പുമാണ്. പെട്ടെന്ന് ചിലപ്പോൾ തണുത്തു പോകും. പ്ലാസ്റ്റിക് കവറിലൊക്കെ നമ്മൾ ആക്കി വെച്ചാലും തണുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് എന്തായാലും നോക്കിയിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ കഴിക്കാൻ വരുന്ന ഒരു ടൈമിൽ കഴിച്ചാൽ മതിയല്ലോ. എണ്ണയ്ക്ക് ഞാനിപ്പോൾ കുപ്പിയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് തണുപ്പായതുകൊണ്ടല്ലേ. കാരണം നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കട്ടയ്ക്ക് കോടയൊക്കെ നിൽക്കുമ്പോൾ എണ്ണയെ നമുക്ക് കുപ്പിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടുകയില്ല കേട്ടോ. കുപ്പിയുടെ അവസ്ഥ ഭയങ്കര ഷോക്കാവുന്നത്. അതിന് ഒരു തുള്ളി എണ്ണ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അധികം പരിശ്രമിക്കേണ്ടി വരും. പിന്നെ അടുപ്പിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടുപോയി കാണിച്ചൊന്നും ഉരുക്കിതാവുമ്പോഴത്തേനും കുപ്പിയും ആകതാവും. അതുകൊണ്ട് ഇപ്പം ഞാൻ ചോദിച്ചുപാത്രത്തിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണേ. അപ്പം അതാകുമ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. നമുക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അത് തന്നെ സെറ്റായിട്ട് കട്ടയാവുകയാണെങ്കിൽ നമുക്ക് തവി വെച്ചിട്ടാണെങ്കിൽ കോരി എടുക്കാം. നമുക്കിപ്പോൾ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഇതാ അങ്ങനെ ആക്കിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ട് അങ്ങനെ എന്തായാലും പപ്പടം കാച്ചലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മട്ടൻ കറി വെക്കണം എന്ന് പറഞ്ഞല്ലോ. മട്ടൻ കറിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വെക്കേണ്ട പരിപാടികളുള്ളപ്പോൾ ചോറ് വാർത്ത അവസ്ഥയ്ക്ക് എന്നാലും ഞാനിനി പുറത്തടുപ്പിൽ പോയിട്ടാട്ടോ മട്ടൻ കറിയൊക്കെ വെക്കുന്നത്. മറ്റേ നമുക്ക് ചോറ് കയറി ഒരുപാട് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ വെക്കുന്നത്. അല്ലാതെ നമ്മൾ ബാക്കി എല്ലാ സംഭവങ്ങളും പുറത്തടുപ്പിൽ തന്നെയാണ് വെക്കുക. പിന്നെ പുറത്ത് ഒരു അടുപ്പാണല്ലോ. അപ്പോൾ രാവിലെ പണിക്കൊക്കെ ചേച്ചിമാരും പണിക്ക് ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം പാടെ ആ ഒരു അടുപ്പിലാകുമ്പോൾ നമുക്കൊന്നും നടക്കില്ല. കാരണം ഒരുപാട് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഇനി എന്താണ് നമുക്ക് അതൊക്കെ ആയാസത്തേക്ക് നമുക്കിതൊക്കെ എടുത്തിട്ട് പുറത്തടുപ്പിൽ പോയിട്ട് നല്ല ഒരു അടിപൊളി മട്ടൻ കറി വെക്കാം. രാവിലത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. മട്ടൻ കറി നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും റെഡിയാക്കാം. നല്ല അടിപൊളി സാമ്പാറിൻ്റെ ഒരു ഇത് തുറന്നപ്പോഴത്തേക്കും നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ സാമ്പാറിൻ്റെ.
നല്ല അടിപൊളി കിഴങ്ങീനും അയില വറുത്തതും പപ്പടവും പിന്നെ അച്ചാറും ഉണ്ട്. രാവിലത്തേനും ഇതാണല്ലോ സ്പെഷ്യൽ. പപ്പടം കൊടുക്കാനുള്ള പേരും പറഞ്ഞിട്ടതാ ആള് പതുക്കെ പുറത്തിറങ്ങിയിരിക്കുവാണേ. പൊടിച്ച് ഇതാ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടേ. അത് അതിൻ്റെ ഇടയ്ക്ക് പോന്നും പറയുന്നുണ്ട്. കിട്ടിയ ഗ്യാപ്പിന് ഇറങ്ങിയതാണ് ഇപ്പോൾ. പൊടിച്ചത് ആളുടെ കയ്യിലുള്ളത് ഫുള്ള് ഇപ്പോൾ കൊടുത്ത് തീർത്തിട്ടുണ്ടേ. ഇങ്ങനെ നടക്കും കേട്ടോ അവരുടെ കൂടെ. ആ പപ്പടം കൊടുത്തിട്ട് എറിയുവാണോ? ഓടിച്ചു വിടുവാണോ ഇനി? പൊന്നാ ഇവിടെ നോക്കി. അപ്പോൾ ഇനിയൊന്നും പതുക്കെ ഉള്ളിൽ കയറിയില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവരുടെ പുറകെ കുറേ നേരം ആൾ കളിച്ചുകൊണ്ടേ നടക്കുവേ. അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും കിട്ടിയത് അതാ മണപ്പിക്കുന്നുണ്ട് കേട്ടോ. അളന്നായാലും അതൊക്കെ വയ്യാട്ടോ എന്തായാലും. ഓടിവാ. വടിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും. അങ്ങനെ ഞാൻ എൻ്റെ ആവണിക്കുട്ടിയും കൂടി മരുന്ന് കുടിക്കാൻ പോവാ. കാണുന്ന ഒന്നും നിങ്ങൾ ഇതാക്കണ്ട. കാരണം ഈ മരുന്ന് കുടിക്കണമെങ്കിൽ വലിയൊരു യുദ്ധത്തിന് ശേഷം ആള് ഈ മരുന്നൊക്കെ ഒന്ന് കുടിക്കുമല്ലോ കേട്ടോ. നമുക്ക് എന്തായാലും ആൾക്ക് മരുന്ന് കൊടുക്കട്ടെ. ഇത്രയോട്ട് നടപ്പ് തുറന്നോളാം. സൂപ്പർ. കുറേ നേരം നമ്മൾ സെറ്റിൻ്റെ ഉള്ളിൽ നിന്നാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിട്ട് ചൂടെടുക്കാൻ തുടങ്ങുന്നുണ്ടോ. ഞാൻ സെറ്റ് കഴിച്ചിരിക്കുകയാണ്. മരുന്ന് കുടിക്കണം. ഓടിവാ മന്ന് കുടിക്കാം. ആ ഈ ആവേശം കണ്ട ഇപ്പൊ കുടിക്കുന്നതാട്ടോ തോന്നുന്നു. പക്ഷേ അങ്ങനെയല്ല. ഏട്ടനുണ്ടാകുമ്പോ ഏട്ടനും കൂടി നിന്നിട്ടാണ് ഞാൻ മരുന്ന് കൊടുക്കാറ്. രണ്ട് കയ്യിലൊക്കെ ഒരുമിച്ച് പിടിച്ചിട്ടില്ല എന്നെ ചായ. ഇപ്പൊ കൈയൊക്കെ കുടഞ്ഞു പോകും. എങ്ങനെയാന്ന് അറിയില്ല മൂട്. ഇതാ മന്ന് പിടിക്കാം നമുക്ക്. നല്ല കുട്ടിയല്ലേ. അയ്യോ ക്യാമറ ഓണാക്കി വെച്ചോണ്ടാണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും മരുന്ന് കുടിച്ചിട്ട് സൂപ്പർ എന്നൊക്കെയാണല്ലോ പറയണേ. മിടിക്കുക. അപ്പൊ ഇന്ന് ഞാൻ അമ്മ ഇവിടെ ക്യാമറ ഉണ്ടച്ചിട്ടേ മരുന്ന് തരുന്നുള്ളൂ. എന്തോ കുറച്ച് തുള്ളി കൂടി അമ്മ കുടിക്കും. സൂപ്പർ. എന്നെ കുടിപ്പിക്കുവാണല്ലോ. സൂപ്പർ. ആ മിടിക്ക് കുട്ടിയാട്ടോ അമ്മയുടെ പൊന്നെ. അപ്പൊ പ്രതീക്ഷിച്ച പോലെ നല്ലല്ലോ. ഞങ്ങള് നല്ല കുട്ടിയാണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. ഇപ്പൊ ക്യാമറയിൽ നോക്കുമ്പോ ആളെയും കാണുന്നുണ്ട്. അപ്പൊ അമ്മ കുടിക്കാം. അമ്മ ആദ്യം കുടിച്ചിട്ടേ പോയി തരുള്ളൂ. അമ്മ കുടിക്കട്ടെ. സൂപ്പർ ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി പൊന്നിന് തരാം. കുടിക്കോ? കുടിക്കും പൊന്നാ. ഇത്ര അനുസരണ അമ്മയുടെ പൊന്നിന്. അതാ ആ അനുസരണ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. കുഴപ്പമില്ല. എന്നാലും സാധാരണ അപേക്ഷിച്ച് അത്ര വാശി പിടിക്കാതെ കുടിച്ചിട്ടുണ്ടേ. അതാ അവിടെ ആരാ നോക്കി. അമ്മ കുടിക്കാം. അമ്മ ആദ്യം കുടിച്ചിട്ടേ പൊന്നിന് തരുള്ളൂ. ഒരു മരുന്നിന് അളവും കാര്യങ്ങളുണ്ടല്ലോ. പണവും നോക്കിയിട്ടാണേ. ഓ എന്തോ ചീച്ചി മീമിയൊക്കെ അമ്മ തരാം. മന്ന് കുടിച്ചാ മീമി തരും. ഇച്ചിരി ഉള്ളടാ. എല്ലാ കുട്ടികളും ഒക്കെ തന്നെ ആയിരിക്കില്ല മരുന്ന് കുടിക്കാൻ. പിന്നെ എല്ലാ മരുന്നുകളും ഒരേപോലെ അല്ലോ. അത്യാവശ്യം നല്ല ചിലതൊക്കെ പിന്നെ ഒരു കുഴപ്പമില്ല. ചിലതിന്റെ സ്മെല്ല് കേൾക്കുമ്പോൾ നമുക്കായാലും ഒരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. വാവ് മാറണമെങ്കിൽ ചാച്ച പോണ്ടേ? ഇല്ല. അതാ അവിടെ നോക്കി. അവിടെ ഒരു കുഞ്ഞാവ. വാവയ്ക്ക് മരുന്ന് കൊടുക്കാം നമുക്ക്. അതാ മിടിക്കാണല്ലോ. അതാ കുറച്ച് പോയി. സാരില്ല. അതാ വാവ മരുന്ന് കുടിച്ചു നോക്കി. വാവ മരുന്ന് കുടിച്ചോ അവിടെ? ആ നല്ലോണം മരിക്കി. ജലദോഷം ഉണ്ട്. അപ്പൊ ഈ മരുന്ന് കുടിച്ചാലേ മാറുള്ളൂ. വികൃതി കുടിക്ക് എന്താ കാണിക്കണേ? ഇച്ചിരി ഇട്ടിടാ പൊന്നായി. ഇച്ചിരി ഇട്ടുള്ളടാ. കളിക്കാൻ പോവാണ്. അമ്മയുടെ പൊന്നിന് കൊടുക്കട്ടെ. നമ്മുടെ സ്വത്ത് വന്നേ. ഓടി വന്നേ. വാ വന്നു തരാം. ഇടാൻ നിന്നെ വീട്ടിൽ ശരിയാവില്ലല്ലോ. കഴിഞ്ഞു. അങ്ങനെതാ ഇന്നത്തെ പരിപാടി വലിയ യുദ്ധമൊന്നും ഇല്ലാതെ തന്നെ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ നാളെ തൊട്ട് ഈ ഒരു ട്രിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. മണ്ണ് കുടിച്ചു കഴിഞ്ഞു കേട്ടോ. ഞങ്ങള് മണ്ണൊക്കെ കുഴിച്ചു ഇരിക്കി കുട്ടിയല്ല പൊന്ന. നമ്മുടെ ചേച്ചിമാരൊക്കെ മാമ്പ് കഴിച്ചു പോയില്ലേ. അപ്പൊ അവര് ഫുഡൊക്കെ കഴിച്ചു പോയി. ചായയൊക്കെ ഞാൻ കൈയോടെ കൊടുത്തു കേട്ടോ. അവനെക്കുട്ടിക്ക് വയ്യാത്തോണ്ട് ഇന്ന് എന്താണ് ഞാൻ അവരോടെ പോവല് കുറവാണ്. ഇപ്പൊ ഏട്ടനും
എന്താ ഡ്യൂട്ടിക്ക് പോയി കേട്ടോ. അപ്പോൾ എന്തായാലും ആൾ വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ചായ കറക്റ്റ് ടൈമിന് അവർക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുത്ത് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉമ്പല്ല ചായ കൊടുത്തു. അച്ഛ അവിടെ പോയി, അച്ഛ മുമ്പ് പോയോ? ഇനി നമുക്കേ ദേഹമൊക്കെ ഒന്ന് നമ്മ ചൂടുവെള്ളത്തിൽ തുടച്ചു തരാം കേട്ടോ. വെയിൽ വരും നോക്കിയിട്ട് അതിനനുസരിച്ച് തുടയ്ക്കാന്ന് വെച്ചിട്ടാട്ടോ. പക്ഷെ വെയിൽ വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഇന്ന്. മങ്കിക്കാപ്പിടാ നമുക്ക്. ആ വാവേനെ കണ്ട ശുണ്ടിന് വാവയാണല്ലോ, അത് ശുണ്ടിന് വാവയാണല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു വട്ടം ആവി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വ്ളോഗായിട്ട് എടുത്തില്ല. പിന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വലിച്ചു വരല അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇന്ന് ആവി പിടിക്കണം. അല്ല പൊന്നോ ശുണ്ടി പെണ്ണെ കൂട്ടത്തിൽ അമ്മയ്ക്കും പിടിക്കണം. അമ്മയ്ക്കും ജലദോഷമാണ്. വാവു ആവണിക്കുട്ടി തന്നതാണ്. ആവണിക്കുട്ടിയുടെ വാവാണ് അമ്മയ്ക്കും പിടിച്ചിരിക്കണേ. കളിക്കാൻ പോവാണല്ലോ. അത് സുന്ദരിയാണല്ലോ, ചുമപ്പ് അടിപൊളിയായിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും ആവണിക്കുട്ടി കുറച്ച് നേരം കളിക്കരുത്. അപ്പൊ ഇന്നിപ്പോ കുറച്ച് കുറവുണ്ട് കേട്ടോ. ആവി പിടിക്കുമ്പോൾ നല്ല വ്യത്യാസം തോന്നാറുണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് നേരം കളിക്കണ്ട. അപ്പൊ അവള് കുറച്ച് നേരം കളിക്കുവാണെങ്കിൽ ബാക്കി കുറച്ച് പണികൾ കൂടി ഉണ്ട്. എന്തായാലും ഒന്നും ചെയ്യട്ടെ. എന്തെങ്കിലും കളയുവാണോ? വേണ്ടേ? കളഞ്ഞു. അമ്മയ്ക്ക് വെക്കാനോ? എല്ലാം അമ്മയ്ക്കാണല്ലോ തരണേ. മരുന്ന് കൊടുത്താൽ മരുന്നും അമ്മയ്ക്ക്, ഇതും അമ്മയ്ക്കാ. അപ്പൊ അമ്മയ്ക്കാണോ വാവു ഉള്ളത്? ഇപ്പൊ എന്തായാലും കുറച്ച് നേരം കളിക്കട്ടെ. എന്തായാലും ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ എന്തായാലും ഞാൻ നമ്മുടെ ആവണിക്കുട്ടി അവിടെ ഇരുത്തിരിക്കും. അപ്പോൾ എന്തായാലും എത്ര നേരം ഇരിക്കുന്നു പറയുമ്പോൾ എന്തായാലും പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ഡയാനിക്കുള്ള ഫുഡൊന്നും കൊടുക്കണം. അപ്പോൾ മീൻകറി പിടിക്കാണ്ട് ഞാൻ ഫുഡ് കൊടുക്കാൻ വേണ്ടി പെടുന്നതാ. ആളുതാ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്താ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ ഒന്ന് ചൂടാക്കി ഇടുന്നു. നല്ല തണുപ്പാണ്. അപ്പോൾ ചൂടോട് കൊടുക്കുകയാണെങ്കിൽ അവർക്കും കുറച്ചൊരു ആശ്വാസമുള്ള എന്തായാലും പോയിട്ട് കൊടുത്തിട്ട് വരാം. ഇനി മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയതാ സന്തോഷത്തോടെ ഓടി ചാടി വന്നിട്ടുണ്ട് ആള്. അങ്ങനെ എന്തായാലും ഇവിടെ ഞാൻ ഇതേപോലെ ഫുഡൊക്കെ കഴിക്കാൻ വരുന്ന ആ ഒരു ടൈമിലാട്ടോ ആളുടെ കൂടൊന്ന് നന്നായിട്ട് തന്നെ കഴുകി വിടാറുള്ളത്. അപ്പോൾ ഇതായപ്പോൾ മഴയൊന്നും ഇല്ലാതെ കൊണ്ട് തന്നെ കൂടും ഒന്ന് കഴുകി വിടാം. അപ്പോൾ ഒന്ന് ഉണങ്ങുമായിരിക്കും. അപ്പോൾ അതൊന്നും ചെയ്യാണ്ട് എന്തായാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നേരെ കൂട്ടിയൊക്കെ ഇടും. അപ്പോൾ നമ്മുടെ നോട്ട് എഴുതുന്ന രീതിയിൽ ഒരു 10 മിനിറ്റ് വിടുകയുള്ളൂ. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അട്ടയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം ഇപ്പം അങ്ങനെ അയച്ചു വിടാറില്ല. അപ്പോൾ എന്തായാലും ഇനി കഴിക്കട്ടെ. ഇനി നമുക്ക് അടുക്കളയൊന്ന് നന്നായിട്ട് തുടച്ചിടാനും അതേപോലെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാനായിട്ട്. അപ്പോൾ എന്നാലും അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചേച്ചിമാരിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴല്ലേ ഒരു ഫുഡ് കഴിച്ച് പോയത്. അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് പാത്രങ്ങളും പിന്നെ അല്ലാതെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് പാത്രങ്ങൾ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി സെറ്റാക്കി വെക്കട്ടെ. അപ്പോൾ ആവണിക്കുട്ടി ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ താഴെ നിൽക്കുന്നുണ്ട് ആൾ. ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അമ്മ എടുക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിതാ കാണിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ കഴിയാണ്ട്, ഒരുപാടൊന്നുമില്ല കേട്ടോ. കൈയോടെ കുറേയൊക്കെ കഴുകി വെച്ചുകൊണ്ട് തന്നെ ഒരുപാടൊന്നുമില്ല. അപ്പോൾ അതൊന്ന് കഴുകി വെക്കട്ടെ. ഇന്നുണ്ടായി രാവിലെ തന്നെ എണീച്ചപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെള്ളമൊന്നും ഉണ്ടാവാറില്ല. മഴയൊക്കെ നല്ല രീതിയിൽ പെയ്യുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ഇന്നലെ വൈകിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കൂടി എന്തായാലും ഇന്നതാ വെള്ളമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. കൊണ്ടുവരുന്നതാ നമുക്ക് പെട്ടെന്നൊന്ന് കഴുകിയെടുക്കാം. കുറേ നേരമായിട്ട് നമ്മൾ ആവണിക്കൂട്ടി എൻ്റെ ഡ്രസ്സ് പിടിച്ചിട്ട് അമ്മ എടുക്കുമെന്ന് പറയുകയാണേ. അവർക്കിപ്പോൾ വെള്ളത്തിൽ കളിക്കാനുണ്ടോ, അതിനാണ് മെയിനായിട്ട് ഇപ്പോൾ എടുക്കുമെന്ന് പറയണത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഉറവിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉറവിയിൽ അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെ വെള്ളമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് നല്ല ഫോഴ്സിൽ തന്നെയായിട്ട് വെള്ളം വരുന്നതും ഇവിടേക്കായാലും. പിന്നെ നമ്മൾ 2 വീട്ടുകാർക്ക് ഒരുമിച്ചിട്ടാണല്ലോ ഓസ് ഇട്ടിരിക്കുന്നത് അവിടെ നിന്ന്. എന്നിട്ട് നമുക്ക് നല്ല ഫോഴ്സിലുണ്ട്. 2 സ്ഥലത്ത് ഒരേപോലെ തുറന്നാൽ പോലും നമുക്ക് അത്യാവശ്യം ഫോഴ്സിൽ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വെള്ളം. കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തിട്ട് നമ്മുടെ ഉറവയൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഒഴുകുകയാണ്. പിന്നെ ഇന്നലെ മഴ പെയ്തിട്ട് ഇന്ന് വെള്ളം വന്നതുപോലെ എന്നൊന്നും വരാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പാത്രം കഴുകി കഴിഞ്ഞാൽ നമുക്ക് നേരെ വെള്ളം കൂടി ഒന്ന് പിടിച്ച് വെക്കാൻ കേട്ടോ. കാരണം ഇനിയാണെങ്കിലും പെട്ടെന്നൊരു മഴ നല്ല ഫോഴ്സിലൊക്കെ ഒന്ന് പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കരടൊക്കെ അടഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ആ ഒരു പണിയും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഗൈസ്, നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ കാലാവസ്ഥ? മഴയൊക്കെ കുറഞ്ഞോ അതോ നല്ല മഴ തന്നെയാണോ എല്ലാവരുടെയും? എന്തൊക്കെയാ പറയണേ? ഇല്ല അമ്മ ഇങ്ങോട്ട് പോയില്ലല്ലോ. അമ്മ എടുക്കുക. വാ. എന്താ വേണ്ടേ? അതാ അമ്പട ആരാ എന്താ വേണ്ടേ? ഓ അമ്മ ചുണ്ടെടുക്ക. എന്താണ് വേണ്ടേ? അപ്പൊ പപ്പടം വേണോ? അതാ നിങ്ങൾ പപ്പടം കഴിക്കുമെന്ന് പറ. പപ്പടം വേണോന്ന് ചോദിക്കും. നമ്മുടെ പൊന്ന് കഴിച്ചോ. മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും വെയിൽ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ചാറാൻ തുടങ്ങിയിട്ടുണ്ടേ മഴ. നന്നായിട്ട് തണുപ്പ് പോയിട്ടുണ്ട്. പോവാ ഉള്ളിലേക്ക് പോവാ. ഷെട്ടിലേക്ക് ഇടാം നമുക്ക് പോയിട്ട്.
ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണ്ട, നമുക്ക് കുറച്ച് പണി കൂടി ഉണ്ട്, പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴുകിട്ട് വരാം. വേണ്ടേ? പിന്നെ ഒരു ഉമ്മ തന്നെ, ഒരു ഉമ്മ തന്നെ, ഒരു ഉമ്മതാ. എന്തേ വെള്ളത്തിൽ കളിക്കാനായിട്ടോ ആള് പറയണം. അപ്പൊ വെള്ളത്തിൽ കളിക്കാൻ എന്തായാലും നമുക്ക് സമ്മതിക്കില്ല. വീണ്ടും നമ്മുടെ അടുത്ത കുക്കിങ്ങിലേക്ക് കിടക്കുവാണേ. ഇവിടെ ചട്ടിയൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ട് ഇങ്ങനെ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് സവോളയൊക്കെ ഒന്ന് ഇട്ടെടുക്കാം. പുറത്ത് തണുപ്പാണെങ്കിലും നന്നായിട്ട് തീ കത്തുന്നുണ്ടേ. നമ്മുടെ സവോള എല്ലാം വറുത്തിരിക്കുകയാണ്. സവോളയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും കീരിയും എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കുറച്ച് ഉപ്പൂരി ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴഞ്ഞു കിട്ടുമല്ലോ. ചോറൊക്കെ നമ്മൾ വാർത്തല്ലോ. അപ്പോൾ പിന്നെ പുറത്തടുത്ത് അത്യാവശ്യം നല്ല തീ എടുക്കും. നമ്മൾ ഇവിടെ തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നല്ലൊന്ന് സെറ്റാക്കി എടുക്കാം. നല്ല ചൂടാട്ടോ. നമുക്ക് ഇത് ചൂടിലിരിക്കുമ്പോഴത്തേനും പുറത്ത് നല്ല തണുപ്പാകുമ്പോൾ ഇത് ചൂടിൽ വന്നിരിക്കാൻ ഒരു പ്രത്യേക രസമാട്ടോ. ഈ ഗ്യാപ്പിൽ നമ്മൾ ഡയാൻ ഉള്ളിൽ കയറിയിരിക്കുവാണ്. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. നടക്ക് കുട്ടി കറിക്കേ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ സവോളയും അതേപോലെ തന്നെ നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാടായിട്ട് ഞാനൊന്ന് കുറച്ചിലാട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പോയിരിക്കുകയാണ്, പുകയാൻ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്ന് കത്തിച്ച് കൊടുക്കട്ടെ. വീണ്ടും നല്ല രീതിയിലാണ് ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുള്ളത്. നല്ല കോടയും കിളികളുടെ സൗണ്ടും ചിരിയുടെ ഒരു രക്ഷയില്ലാതെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ കൂടെ നല്ല ചാറ്റൽ മഴ കൂടെ ആയിട്ടുണ്ട്. നമ്മുടെ ആവണിക്കുട്ടി ഇതാ ആദ്യമൊക്കെ പിടിച്ച് ഒരു ഉറക്കത്തിലാണ്. ഇപ്പോൾ നോക്കി നമുക്കൊന്നും കാണാൻ പറ്റില്ല, അത്രയും നല്ല കോടയാണ്. അപ്പോൾ ചേച്ചിമാർ പറമ്പിൽ പണി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് ഒരു കോട്ടൊക്കെ ഇട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതാട്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു അവസ്ഥ. കുറേ പേർക്ക് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഇഷ്ടമാണെന്ന് നമ്മുടെ കമൻറ്റ് വഴി എനിക്ക് മനസ്സിലായി. എന്തായാലും ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് തന്നെയാണേ. നമ്മളെ തന്നെ ഒന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത അത്രയും നല്ല ഫോഴ്സിലാട്ടോ കോട ഇറങ്ങിയിട്ടില്ല. നല്ല തണുപ്പ് വരും, നല്ല ശക്തിക്ക് കോടയും അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ ആകുമ്പോഴേ ഒരു രക്ഷയില്ലാത്തൊരു ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആവണിക്കൂടി എണീച്ചിട്ടൊന്നും ഇല്ല. ആളുകൾ നല്ല ഉറക്കം തന്നെയാണ്. അപ്പോൾ നല്ല തണുപ്പും കൂടി ഇല്ല. അപ്പം നല്ല കിടക്കട്ടെ. എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ദേഹമൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോടി ചാടി മറിഞ്ഞ് പിന്നെ പനിയൊക്കെ ഒന്നുകൂടി കൂടിട്ടോ. അപ്പം എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ ആൾ. ആ ഒരു ചാറ്റൽ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് അത്യാവശ്യം കനത്തിൽ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ മഴയും കൂടി ആയപ്പോഴേ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് ശ്വാസം പോലും കിട്ടാത്ത അത്രയും നല്ല തണുപ്പായിരിക്കുവാണ് ഇപ്പോൾ. ആവണിക്കുട്ടി ഇതായി എണീച്ചതാണ് തോന്നുന്നത്. ആ ഉള്ളിൽ കിടന്നിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ, അമ്മ അമ്മ എന്നപ്പോൾ എന്താ ഞാൻ പോയിട്ട് നമ്മുടെ ആവണിക്കുട്ടി ഒന്ന് എടുക്കട്ടെ. അങ്ങനെ ഞാനും എൻ്റെ ആവണിക്കുട്ടി വീണ്ടും ആവി പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആൾ കുറച്ച് വിക്സ് ഒക്കെ എടുത്ത് തേക്കുന്നുണ്ട് കേട്ടോ. തരാൻ പറഞ്ഞിട്ട് തരാതെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ അങ്ങനെ അലമ്പൊന്നും ആക്കാത്തത് ഞാൻ കൈ കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പനിക്കൂർക്കയിലും തുളസിയിലും അതുപോലെ കുറച്ച് കല്ലുപ്പ് മഞ്ഞപ്പൊടി സംഭവങ്ങളായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പിടിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ, അതായത് പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ ജസ്റ്റ് ആവി പിടിക്കാൻ നല്ല മാറ്റം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ എല്ലാ കൂടുതലും ഇതുപോലെ ചെയ്യാറുണ്ടെന്ന് കമ്പനിയാണ്. അപ്പോൾ ചെയ്യാത്തതിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കും. നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. നമുക്ക് ശരീരത്തിന് തന്നെയാണെങ്കിൽ നല്ലൊരു റിജുവിനേറ്റീവ് ഫീലൊക്കെ ആണ്. എന്ത് അവിടെ അമ്മയുടെ പൊന്നിൻ്റെ കയ്യിലായിരുന്നു. എവിടെ അടപ്പ് പോയതൊക്കെ അറിഞ്ഞിരിക്കുന്നു. അടച്ചേക്കും മതി. അപ്പോൾ ഇത് നന്നായിട്ട് പുറത്തേക്ക് ഇങ്ങനെ ആവി ഇങ്ങനെ തള്ളി വരുമ്പോൾ ഞങ്ങൾ പുറത്തുള്ളിൽ കയറിയിട്ട് നന്നായിട്ട് ഞാൻ പിടിക്കണം. ഒരു 10-15 മിനിറ്റോളം അതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ തന്നെ നല്ലൊരു എന്താ പറയുക നല്ലൊരു മാറ്റം ഉണ്ടാവും. എന്താ ഞങ്ങൾ ആവി ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് വേണം. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്തായാലും ആവണി കുടിക്കാൻ ആവി പിടിക്കാതിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ പിടിച്ചിരുത്തി പിടിപ്പിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. മഴക്കാലമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് മൊത്തം ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ മഴ ഇല്ലെങ്കിൽ പോലും നല്ല കോടയൊക്കെ ആയിട്ട് ഫുള്ള് എന്താ പറയുക ഫുള്ളൊരു പുകമയത്തിലുള്ളൊരു അന്തരീക്ഷം തന്നെ കഴിക്കണം. അപ്പോൾ നല്ല തണുപ്പായിട്ട് അപ്പം ഞങ്ങൾ വീണ്ടും ആവിയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. നോക്കി ചെറിയ രീതിയിൽ ചാറ്റൽ മഴ ഉണ്ട് ഇപ്പോഴും. കിളികളുടെ സൗണ്ട് മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അതേ ഒരു വൈബ് തന്നെയാണ്. നമ്മൾ പറയുന്ന വോയിസ് പോലെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് നമുക്കറിയില്ല. കാരണം അത്രത്തോളം
ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓരോ സൗണ്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീട് ഇത്രയൊക്കെ നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഒരു പ്രത്യേകത കേട്ടോ. പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പോലും പറ്റുള്ളൂ, അത്രയും നല്ല തണുപ്പ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീട് ഇത്രയൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.